Hello, I wish to add one more video on negotiable instruments because in the previous 5 videos I have used certain terms like holder in due course and payment in due course while discussing certain definitions under Negotiable Instruments Act 1981. So that is what we are going to discuss in this video. Who is a holder, who is a holder in due course, and what is payment in due course. Let's see who is a holder of a negotiable instrument. Section 8, subsection 1 of Negotiable Instruments Act 1881 defines a holder of an instrument as any person who is entitled in his own name to the possession thereof and to receive or recover the amount due thereon from the parties liable thereto. ഏത് പേഴ്സൺ ആണോ ലീഗൽ പൊസഷൻ, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ലീഗൽ പൊസഷൻ ആർക്കാണ്, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആർക്കാണ് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, ദോസ് പേഴ്സൺസ് ആർ നോൺ ആസ് ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. In simple sense, a person who is legally entitled to get the possession of a negotiable instrument in his own name and to receive the amount mentioned in the instrument is treated as a holder. For example, in case of bearer check, അല്ലെങ്കിൽ bearer instruments are those instruments which can be transferred by mere delivery. ജസ്റ്റ് ഒരു ഡെലിവർ ചെയ്താൽ ആർക്കെങ്കിലും അത് കൈമാറിയാൽ തന്നെ അത് നെഗോഷ്യബിൾ ആയി, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ആയി, അതിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആയി, അതിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. സോ ബെയറർ ചെക്ക് ആണെങ്കിൽ ബെയറർ അല്ലെങ്കിൽ പൊസസർ ആണ് ഹോൾഡർ. In case of order checks or order instruments are those instruments which can be transferred by endorsement and delivery. So in case of order check or order instrument, holder is a person named in check. While in case of endorsed check നമുക്കറിയാലോ, ഇൻസ്ട്രുമെന്റ്സിന്റെ പുറകിൽ സൈൻ ചെയ്യുന്ന രീതിയാണ് endorsed check അല്ലെങ്കിൽ endorsed negotiable instruments എന്ന് പറയുന്നത്. In case of endorsed negotiable instrument, holder is endorsee named in the check. Endorseeയുടെ പേര് എഴുതുന്ന ടൈപ്പ് ഓഫ് endorsement ഉണ്ടല്ലേ, സ്പെഷ്യൽ endorsement. സോ സ്പെഷ്യൽ endorsement ആണെങ്കിൽ endorseeയുടെ പേര് അവിടെ ഉണ്ടാവും. സോ ആ endorsee ആണ് അവിടെ holder എന്ന് പറയുന്നത്. Next is holder in due course. Section 9 of Negotiable Instruments Act 1881 defines holder in due course as any person who, for consideration, became the possessor of a promissory note, bill of exchange or check if payable to bearer, or the payee or endorsee thereof if payable to order, before the amount mentioned in it became payable, without having sufficient cause to believe that any defect existed in the title of a person from whom he derived his title. ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. എനി പേഴ്സൺ, ഏത് പേഴ്സൺ ആയിരിക്കണം, ഹൂ ഫോർ കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടായിരിക്കണം ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവുക. ബിക്കെയിം ദ പൊസസർ, ഒരു പൊസസറായി. എപ്പോഴാണ് പൊസസർ ആവുന്നത്? ബെയറർ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ബെയറർ ചെക്കിനൊക്കെയാണ് പൊസസർ ആവുന്നത്. സോ പൊസസർ ഓഫ് എ പ്രോമിസറി നോട്ട് ഓർ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് ഇഫ് പേബിൾ ടു ബെയർ, or the payee or endorsee, payee അല്ലെങ്കിൽ endorsee ആണ്, thereof if payable to order instruments ആണെങ്കിൽ. അതും എപ്പോഴാണ് റിസീവ് ചെയ്യേണ്ടത്? ബിഫോർ ദ എമൗണ്ട് മെൻഷൻ ഇൻ ഇറ്റ് ബിക്കെയിം പേയബിൾ, അതിൽ പറഞ്ഞിട്ടുള്ള ആ എമൗണ്ട് പേ ആവുന്നതിന് മുന്നേ തന്നെ അത് റിസീവ് ചെയ്തിട്ടുണ്ടാവണം, ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ടാവണം. വിത്തൗട്ട് ഹാവിംഗ് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിന് മുന്നേ തന്നെ അത് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. വിത്തൗട്ട് ഹാവിംഗ് സഫിഷ്യന്റ് കോസ് ടു ബിലീവ് ദാറ്റ് എനി ഡിഫെക്ട് എക്സിസ്റ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പേഴ്സൺ ഫ്രം ഹൂം ഹി ഡിറൈവ്ഡ് ഹിസ് ടൈറ്റിൽ. ആ ടൈറ്റിൽ റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ടൈറ്റിൽ, അതിന്റെ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു ഡിഫക്റ്റും ഉണ്ടാവാൻ പാടില്ല. ഒരു മെറ്റീരിയൽ ഡിഫക്റ്റും ഇല്ലാതെ റിസീവ് ചെയ്തിട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ആ പേഴ്സണെ നമുക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാം. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് മസ്റ്റ് ഹാവ് ബിക്കം ദ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ആദ്യം ആ ഇൻസ്ട്രുമെന്റ് ഹോൾഡർ ആയിരിക്കണം. ആരാണ് ഹോൾഡർ എന്ന് നമ്മൾ പറഞ്ഞതാണ്. ബെയർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ബെയറും, ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ പേയി അല്ലെങ്കിൽ എൻഡോഴ്സിയും ആയിരിക്കും. Second condition, he must have acquired the instrument before the date mentioned the instrument became payable. അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? അത് റിസീവ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ബിഫോർ ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ ഇൻസ്ട്രുമെന്റ്. ഓക്കെ. Then third one is he must have obtained the instrument for valuable consideration. അത് എങ്ങനെയായിരിക്കണം ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്? വാല്യുബിൾ കൺസിഡറേഷൻ ആയിരിക്കണം.
ഒരു വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടിയിട്ടായിരിക്കണം ആ ഇൻസ്ട്രുമെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. He must have obtained the instrument in good faith and without sufficient reason to believe that any defect existed in the title of the transferor. അതിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിട്ടുള്ള ടൈറ്റിലിൽ ഒരു ഡിഫക്റ്റും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, അത് വളരെ ഓണസ്റ്റ് ആയിരിക്കണം, ഒരു ഗുഡ് ഫെയ്ത്തിലായിരിക്കണം അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ. He must have received an instrument which has no material defect. ഒരു മെറ്റീരിയൽ ഡിഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. For instance, an undated and unsigned instrument is one with material defect. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ ഡേറ്റ് ഇല്ല, സിഗ്നേച്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മെറ്റീരിയൽ ഡിഫക്റ്റ് ആണ്. So that is what is clearly defined in section 9, that any person who for consideration became the possessor of a promissory note, bill of exchange or check if payable to bearer, or the payee or endorsee thereof if payable to order, before the amount mentioned in it became payable, without having sufficient cause to believe that any defect exists in the title of the person from whom he derived his title. That's holder in cause. Those persons are known as holder in due course. Then, so you have got an idea about who is a holder and who is a holder in due course. What are the main differences between these two persons? A holder need not be a holder in due course. Holder ഒരിക്കലും holder in due course ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ holder in due course എപ്പോഴും ഒരു holder ആയിരിക്കും. അതേപോലെ holder, he must have obtained the instrument with or without consideration. But in case of holder in due course, he must obtain that instrument for a valuable consideration. The third difference is holder must have obtained the instrument before or after its due date. അതിന്റെ ഡ്യൂ ഡേറ്റിന് മുന്നെയോ ശേഷമോ ഒക്കെ റിസീവ് ചെയ്തവരെ നമുക്ക് ഹോൾഡർ എന്നൊക്കെ പറയാം. പക്ഷേ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ he must have obtained the instrument before its due date. Then another difference is the holder must have acquired the instrument with or without the notice of any defect in the title of the transferor. ആ ട്രാൻസ്ഫറിന്റെ ടൈറ്റിലിൽ ഒരു ഡിഫക്റ്റും കിട്ടാതെ അല്ലെങ്കിൽ കിട്ടിയിട്ടോ കിട്ടാതെയോ ഒക്കെയുള്ള ഒരു ഹോൾഡർ, ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഹോൾഡർ. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പറഞ്ഞാൽ ഹി മസ്റ്റ് ഹാവ് അക്വയർഡ്. അത് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? വിത്തൗട്ട് ദ നോട്ടീസ് ഓഫ് എനി ഡിഫക്റ്റ്. ഒരു ഡിഫക്റ്റ് നോട്ടീസും റിസീവ് ചെയ്ത ഒരാൾക്കും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവാൻ പറ്റില്ല. പക്ഷേ വിത്തൗട്ട് നോട്ടീസ് ആയിരിക്കാം ചിലപ്പോൾ ഹോൾഡറിന് ആവാം. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പറഞ്ഞാൽ വിത്തൗട്ട് ദ നോട്ടീസ്. Then in case of holder, his title will not be better than that of a transferor. Transferor ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്ത പേഴ്സൺ ആയിരിക്കും ഹോൾഡർ അല്ലെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ഹോൾഡർ ആണെങ്കിൽ ഇപ്പോഴും അതിന്റെ ബെറ്റർ ടൈറ്റിൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അത് എൻകാഷ് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ടൈറ്റിൽ കിട്ടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇൻ കേസ് ഓഫ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഹിസ് ടൈറ്റിൽ വിൽ ബി ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് ട്രാൻസ്ഫറർ. എപ്പോഴും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പറഞ്ഞാൽ അയാളുടെ കയ്യിലാണ് കംപ്ലീറ്റ് ടൈറ്റിൽ. ഒരു ഡിഫക്റ്റും ഇല്ലാത്ത ടൈറ്റിലും അതിന്റെ പൊസഷനും അതിന്റെ ബെയറും എല്ലാം അതിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനായിരിക്കും. In case of holder, his possession is less safer when compared to holder in due course. But in case of holder in due course, his possession is more safer than that of a holder. The last difference is a negotiable instrument which passed through the hands of a holder is not free from its defects. Defects ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡിഫക്ട് ഫ്രീ ആയിരിക്കും ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. So these are the some of the differences between holder and holder in due course. Next is payment in due course. Section 10 of Negotiable Instruments Act 1881 defines payment in due course as payment in accordance with the apparent tenor of the instrument in good faith and without negligence to any person in possession thereof under circumstances which do not afford a reasonable ground for believing that he is not entitled to receive payment of the amount mentioned therein. To be more specific, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആവണമെങ്കിൽ അതെന്ത് ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആയിരിക്കണം? ദ പേയ്മെന്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ അപ്പാരന്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അപ്പാരന്റ് ടെനർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, അതായത് ബോത്ത് ദ പാർട്ടീസ് ഷുഡ് ഹാവ് ആൻ ഇന്റൻഷൻ ഓർ ഷുഡ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. രണ്ടു പേർക്കും, എത്ര പാർട്ടീസ് ഉണ്ടോ അവർക്കെല്ലാം എന്തുണ്ടാവണം? ഒരു ഇന്റൻഷൻ ഉണ്ടാവണം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അല്ലാതെ എന്താ പറയാ,
എന്തെങ്കിലും ഡിഫക്ട്സോ സ്റ്റെയിൽ ചെക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ ഒക്കെ ഉള്ള കേസസിലാണെങ്കിൽ അവിടെ ഒരു ഇന്റൻഷൻ ഇല്ല. ദ പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ആസ് reflected on the check or negotiable. It should be based on the intention of the parties. That is what is important in the case of payment in due course. For example, payment in case of a stale check ആണ്. A payment in case of post dated check before its due date. A cross check at the കൗണ്ടറിലൂടെ ക്രോസ് ചെക്ക് കൊടുക്കാൻ പാടില്ല, ക്രെഡിറ്റ് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ, അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. എ ചെക്ക് ദ പേയ്മെന്റ് ഓഫ് വിച്ച് ഇസ് കൗണ്ടർമാൻഡഡ് ബൈ ദ ഡ്രോയർ, എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ചെക്ക് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അങ്ങനെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ നടത്തിയിട്ടുള്ള പേയ്മെന്റ് ഒന്നും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. Second is the payment should be made in good faith and without negligence. The banker should make the payment honestly and with reasonable skill and care. കംപ്ലീറ്റ് കെയറും ഓണസ്റ്റ് ആയിട്ടും മാത്രമേ ബാങ്കർ ആ പേയ്മെന്റ് നടത്താൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് വരാം, എപ്പോഴൊക്കെ ആയിരിക്കാം ഒരു നെഗ്ലിജൻസ് വരാം? While paying in case of a cross check at the counter, payment in case of a post dated check before the due date, payment of a stale check, payment of a check which is actually countermanded by the drawer, then failure to verify the regularity of endorsement regularity checking നെ നമുക്ക് പഠിച്ചതാണ്, സെക്ഷൻ 85 പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഫെയിലിയർ വന്നു. ഫെയിലിയർ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ഡ്രോയർ സിഗ്നേച്ചർ, ഡ്രോയറിന്റെ സിഗ്നേച്ചറിൽ ജെനുവിൻ ആണോ എന്നും ശ്രദ്ധിച്ചില്ല, ഫെയിലിയർ ആയി. അങ്ങനെയുള്ള കേസസ് ഒന്നും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അല്ല. നെക്സ്റ്റ് ഇസ് പേയ്മെന്റ് മസ്റ്റ് ബി മെയ്ഡ് ടു എ പേഴ്സൺ ഇൻ പൊസഷൻ. അതായത് ആർക്കാണോ അത് കൊടുക്കേണ്ടത് ആ പേഴ്സൺ ആയിരിക്കണം അത് കൊടുക്കേണ്ടത്. ഇൻ കേസ് ഓഫ് ഓർഡർ ചെക്ക് ആണെങ്കിൽ ചെക്കിൽ ആരുടെ പേരാണോ പറഞ്ഞിട്ടുള്ളത്, ആരാണോ പേയി, ആ പേഴ്സൺ ആയിരിക്കണം. എൻഡോഴ്സ് ചെക്ക് ആണെങ്കിൽ എൻഡോഴ്സിക്ക് ആയിരിക്കണം. ബെയർ ചെക്ക് ആണെങ്കിൽ പൊസസർ അല്ലെങ്കിൽ ബെയറർക്കായിരിക്കണം കൊടുക്കേണ്ടത്. സോ അങ്ങനെയുള്ള പേയ്മെന്റ് നമുക്ക് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് പറയാൻ പറ്റും. Another condition is payment should not be made to a person under circumstances that give a reasonable ground for believing that he is not entitled to receive payment. In a person, ആ പേഴ്സൺ ആ എമൗണ്ട് റിസീവ് ചെയ്യാൻ ഒരിക്കലും ലീഗലി എലിജിബിൾ അല്ല. അങ്ങനെയുള്ള ഒരു പേയ്മെന്റ്സും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് വരാൻ പറ്റില്ല. പേയ്മെന്റ് ആർക്കായിരിക്കണം കൊടുക്കേണ്ടത്? ആർക്കാണോ അത് കിട്ടേണ്ടത് ആ പേഴ്സണ് മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, സസ്പീഷ്യസ് ആയിട്ടുള്ള ചില കേസസ് വരാം. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ presents a check for payment whose payment is countermanded by the drawer. അതിൽ എന്തെങ്കിലും കൗണ്ടർമാൻഡിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെയുള്ള പേയ്മെന്റ്സ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. The payment, another example is a person presents a check after the death, insolvency or insanity of the drawer insane ആണ് അല്ലെങ്കിൽ drawer insolvent ആണെന്ന് കോർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡ്രോയറിന്റെ ഡെത്തിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ചെക്സ്, ഇതൊക്കെ ആണെങ്കിൽ ശരിക്കും പേയ്മെന്റ് നടത്താൻ പാടുള്ളതല്ല. ദെൻ പേഴ്സൺ പ്രസൻസ് എ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക്. മെറ്റീരിയലി അത് ആൾട്ടർ ചെയ്തിട്ടുള്ള തിരുത്തൽ വരുത്തിയിട്ടുള്ള ചെക്ക് ആണെങ്കിൽ അപ്പോഴും അത് പേയ്മെന്റ് നടത്താൻ പാടില്ലാത്തതാണ്. എ പേഴ്സൺ പ്രസൻസ് എ ചെക്ക് ദ കണ്ടന്റ്സ് ഓഫ് വിച്ച് ഈസ് ഓവർ റിട്ടൺ. നമ്മൾ പേരൊക്കെ എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ എമൗണ്ട് എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ ഓവർ റൈറ്റ് ചെയ്യും. അതിന്റെ മുകളിലിട്ട് നമ്മൾ ഒന്നും കൂടി വെട്ടി എഴുതുക എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ഒന്നും നമുക്ക് എൻകാഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒന്നും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ദ ലാസ്റ്റ് കണ്ടീഷൻ ഇസ് പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ മണി. പേയ്മെന്റ് എങ്ങനെയായിരിക്കണം? മണി ആയിരിക്കണം പേ ചെയ്യേണ്ടത്. This is what defined in section 10 of Negotiable Instruments Act 1881, that payment in due course is payment in accordance with the apparent tenor of the instrument, in good faith and without negligence to any person in possession thereof, under circumstances which do not afford a reasonable ground for believing that he is not entitled to receive payment of the amount mentioned therein. So I hope you have got an idea on payment in due course. So from this video you have got a clear-cut idea regarding who is a holder in due course, what are the main differences between holder and holder in due course, and what is payment in due course. Thank you.